ആഗോള അയ്യപ്പ സംഗമം നല്ല ഉദ്ദേശത്തോടെയാകണമെന്ന് NSS. അയ്യപ്പ സംഗമ സമിതിയുടെ നേതൃത്വത്തിൽ രാഷ്ട്രീയം പാടില്ല എന്നും NSS ജനറൽ സെക്രട്ടറി ജി സുകുമാരൻ നായർ ആവശ്യപ്പെട്ടു. അയ്യപ്പ സംഗമത്തിൽ ആശങ്ക പ്രകടിപ്പിച്ച് യോഗക്ഷേമ സഭയും ഇന്ന് രംഗത്തെത്തി. പരിപാടിയിലേക്ക് BJP നേതാക്കൾ ഉൾപ്പെടെയുള്ള എല്ലാ ഭക്തരെയും ക്ഷണിക്കാൻ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് തീരുമാനിച്ചിട്ടുണ്ട്. സെപ്റ്റംബർ 20-ന് പമ്പയിൽ നടക്കുന്ന ആഗോള അയ്യപ്പ സംഗമത്തിന് NSSന്റെ പിന്തുണയുണ്ടെന്ന് വന്നതോടെ സംഭവിച്ച വിവാദങ്ങൾ കണക്കിലെടുത്താണ് ജനറൽ സെക്രട്ടറി ജി സുകുമാരൻ നായർ നിലപാട് വിശദീകരിച്ചത്. ആഗോള അയ്യപ്പ സംഗമം നല്ല ഉദ്ദേശത്തോടെയാകണം. സംഗമ സമിതിയുടെ നേതൃത്വത്തിൽ രാഷ്ട്രീയം പാടില്ല. സമിതി അയ്യപ്പ ഭക്തരെ മാത്രം ഉൾക്കൊള്ളുന്നതാകണം. എങ്കിൽ മാത്രമേ ഉദ്ദേശിക്കുന്ന ലക്ഷ്യം സാധ്യമാകൂവെന്ന് ജി സുകുമാരൻ നായർ പ്രസ്താവനയിൽ പറഞ്ഞു. ആഗോള അയ്യപ്പ സംഗമത്തിന് BJP എതിരാണെങ്കിലും കേന്ദ്രമന്ത്രിമാരെയും BJP നേതാക്കളെയും സംഗമത്തിന് ക്ഷണിക്കും. സംഘടന എന്ന നിലയിലല്ല, അയ്യപ്പ ഭക്തരെന്ന നിലയിൽ വ്യക്തികളെയാണ് ക്ഷണിക്കുന്നതെന്നാണ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ വിശദീകരണം. ബ്രാഹ്മണരുടെ സംഘടനയായ യോഗക്ഷേമ സഭയും അയ്യപ്പ സംഗമത്തെ വിമർശിച്ച് രംഗത്ത് വന്നു. അതൊരു സാമ്പത്തിക വിഷയങ്ങളാണോ, നാടൻ ഭാഷ പറഞ്ഞാൽ ഇലക്ഷൻ സ്റ്റാൻഡാണോ, ഇതൊക്കെയാണോ ഉദ്ദേശിക്കുന്നത്? സംശയം തോന്നിപ്പോന്നില്ല. ആരെയും കുറ്റം പറയാൻ പറ്റില്ല. സുതാര്യമായി നടത്തിയാൽ, അതല്ലേ ബോധ്യപ്പെടുത്തിയാൽ അങ്ങനെയാണ് അത് വേണ്ടതെന്നാണ് സഭയുടെ വ്യക്തമായ കാഴ്ചപ്പാടും അഭിപ്രായവും. സർക്കാരിന്റെ നീക്കത്തിൽ സംശയം പ്രകടിപ്പിച്ച് അയ്യപ്പ സംഗമത്തിനില്ലെന്ന് പ്രഖ്യാപിച്ചിട്ടുണ്ടെങ്കിലും പ്രതിപക്ഷ നേതാവ് VD സതീശനെ വീണ്ടും ക്ഷണിക്കും. മുഖ്യ രക്ഷാധികാരിയായി നിശ്ചയിച്ചിട്ടുള്ള പ്രതിപക്ഷ നേതാവിനെ ദേവസ്വം ബോർഡ് പ്രസിഡന്റും അംഗങ്ങളും ചേർന്ന് സെപ്റ്റംബർ 2-ന് നേരിട്ട് ക്ഷണിക്കാനാണ് തീരുമാനം. വിശ്വാസ സംഗമം എന്നതിനപ്പുറം രാഷ്ട്രീയമോ സാമ്പത്തികമായ താല്പര്യങ്ങളൊന്നും പരിപാടിക്ക് പിന്നിലില്ലെന്നാണ് ദേവസ്വം ബോർഡിന്റെ വിശദീകരണം. 24 തിരുവനന്തപുരം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.